അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടതൊന്നും സംഭവങ്ങളല്ല. ഇന്ന് നടന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതോ അതൊന്നും ഒരു മഹാസംഭവമാണെന്ന് നിങ്ങൾ വിലയിരുത്തണ്ട. വരാനിരിക്കുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഏതെന്നറിയോ? അത് ശാസ്ത്രം പറയുന്നത് പോലെ നമ്മളെല്ലാവരും നിസ്സാരമായി കിടന്നുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടി വരുന്ന മൂന്നാം ലോക മഹായുദ്ധമല്ല. സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നിട്ട് വരുന്ന സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ 1000 ആണ്ട് വർഷങ്ങൾ ഒരിക്കലെങ്ങാനും പിറവിയെടുക്കുമെന്ന് പറയുന്ന ഉൽക്കകളുടെ വരവോ, അതല്ലെങ്കിൽ ബഹിരാകാശ ലോകത്തേക്ക് പോകുന്ന ഇലോൺ മസ്കിന്റെ ഭൗതിക വാഹനത്തെ കുറിച്ചുള്ള ചർച്ചയോ, മനുഷ്യന്റെ എല്ലാ രഹസ്യങ്ങളും ഒരു നഖത്തിന്റെ 4 വലിപ്പമില്ലാത്ത ചിപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് 1000 കണ്ടുപിടുത്തങ്ങളുമായി മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോ വരാനിരിക്കുന്ന മഹാസംഭവങ്ങളുടെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുന്ന 2030 അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. 2050 ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാറുകൾ വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വാചാലരാകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് നമ്മളോട് ഓതി പറയുകയാണ്, അതൊന്നും ഒരു സംഭവമല്ല, അതൊന്നും ഒരു അത്ഭുതമല്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാത്തിരിപ്പല്ല. പിന്നെയോ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഹല്ലതാക ഹദീസുൽ ഗാശിയ, വരാനിരിക്കുന്ന മഹാസംഭവത്തിന്റെ വിവരം അങ്ങയുടെ മുമ്പിലെത്തിയോ നബിയേ? ഏതാ വരാനിരിക്കുന്ന മഹാസംഭവം ഏതെന്നറിയോ? അന്നത്തെ ദിവസം പേടിച്ചു വരച്ചു പരിഭ്രാന്തനായി ആ മനുഷ്യന്റെ മുഖത്തുള്ള സൗന്ദര്യവും സൗരഭ്യവും സൗമ്യതയും നഷ്ടപ്പെട്ട് അവന്റെ മുഖത്ത് പേടിയുടെ അടയാളങ്ങൾ വന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് നബിയേ. ആ ദിവസമാണ് മഹാസംഭവമാണ്. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ആ ദിവസത്തിന്റെ ഭയാനതയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഈ ഭൂമി കിടുകിടാ വിറക്കുന്ന ദിവസം.